ഷിംജിത മുസ്തഫ എന്ന ഈ പരമനാറിയുടെ നാറിയ കഥകൾ തുറന്നു പറഞ്ഞു വന്നിരിക്കുകയാണ് ഇവരുടെ നാട്ടുകാരൻ തന്നെ. ഈ കാരണം കൊണ്ടല്ല, ഇതിനു മുമ്പേ നാട്ടുകാരുടെ മുഖത്ത് കരിവാരി തേച്ചവളാണ് ഇവൾ. നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോയിരുന്ന് വേശ്യകളെ പോലും തോൽപ്പിക്കുന്ന തരത്തിൽ വീഡിയോകളിട്ട് നാട്ടുകാരുടെ മുഖത്ത് കരിവാരി തേച്ച ഇവളെക്കുറിച്ച് നാട്ടുകാരൻ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു തരാം. പിന്നെ ഷിംജിത മുസ്തഫ ആത്മഹത്യയിലേക്ക് എത്തുന്നതും. ഒരു പാവം യുവാവ് അദ്ദേഹത്തിന്റെ ജോലി ആവശ്യവുമായി ഒരു ബസ് യാത്ര ചെയ്യേണ്ടി വന്ന ആ ദാരുണ സംഭവം. ഒരു സാധാരണക്കാരൻ ഒരു ബസ്സിൽ കയറിയത് അയാളുടെ ജീവൻ തന്നെ അവസാനിപ്പിക്കേണ്ട അവസ്ഥ എങ്ങനെ വന്നു എന്നുള്ളത് നമ്മൾ അറിഞ്ഞില്ലേ. ഒരു നീച ഹൃദയമുള്ള ഒരു സ്ത്രീയും ഏതു തരത്തിൽ പ്രയത്നിച്ചിട്ടും റീച്ച് ലഭിക്കാത്ത ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുമാണ് ഇതിന്റെ കാരണം. ഒരാൾ വൈകൃത മനസ്സിന്റെ ഉടമയാണെങ്കിൽ അയാൾക്കെതിരെ സമൂഹം ഒന്നടങ്കം തിരിഞ്ഞാലും അയാൾ ഒരിക്കലും ജീവൻ അവസാനിപ്പിക്കേണ്ട സാഹചര്യം തിരഞ്ഞെടുക്കില്ല. ഇത്തരക്കാർക്ക് ഏതൊരവസ്ഥയെയും തള്ളി നീക്കുവാനുള്ള കഴിവുണ്ടായിരിക്കും. അതവരുടെ മനസ്സിന്റെ വൈകൃതങ്ങൾ മൂലം അവർക്ക് ലഭിക്കുന്ന ശക്തിയാണ്. പക്ഷേ കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശിയായ ദീപക്കിന് എന്ത് സംഭവിച്ചു? 40 വയസ്സോളം ഇതുവരെ ഒരാളെ കൊണ്ട് പോലും ഒരു മോശത്തരം പറയിപ്പിക്കാത്ത ദീപക്കിനെ അനാവശ്യമായാണ് ഈ സ്ത്രീ അവർ ഒരിക്കലും ചെയ്യാത്ത ഒരു തെറ്റിന്റെ പേരിൽ സാമൂഹ്യ മാധ്യമത്തിൽ അപകീർത്തിപ്പെടുത്തിയത്. ഇത് സഹിക്കാനാകാത്ത ദീപക് ആ കടുങ്കൈ ചെയ്തു കഴിഞ്ഞു. ഇനി ലഭിക്കേണ്ടത് ഇതിന്റെ കാരണക്കാരിയായ ഈ സ്ത്രീക്ക് അതിന് തക്കതായ ശിക്ഷ തന്നെ. അത് തന്നെയാണ് സമൂഹത്തിന് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഉത്ബോധനം ലഭിക്കേണ്ട സാഹചര്യം ഉണ്ടാക്കുന്നതും. അതിനുള്ള നിയമ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. 6 മാസത്തോളമായി ഭർത്താവുമായി പിണങ്ങിക്കഴിയുന്ന ഷിംജിത. എന്താണ് ഇവരുടെ ഇടയിലെ പ്രശ്നമെന്ന് നിങ്ങൾ അറിഞ്ഞോ? ഇത്തരത്തിൽ ആരെയും അനുസരിക്കാതെ, മതത്തിന്റെ വിധിവിലക്കുകൾ പോലും പാലിക്കാതെ തോന്നിയ തരത്തിൽ അഴിഞ്ഞാടി നടക്കുന്ന ഒരു നാറിയ സ്ത്രീയാണ് ഇവർ. ഇതുകൊണ്ട് തന്നെയാണ് ഇവരുടെ ജീവിതം തകർന്നതും ഇവർ മറ്റുള്ളവരെ തകർക്കാൻ ശ്രമിക്കുന്നതും. നാട്ടിൽ UDFന്റെ സ്ഥാനാർത്ഥിയായി നിന്ന ഈ പരനാറി ആ വേളയിൽ ഹിജാബ് ധരിച്ച് പാവം മുസ്ലിം സ്ത്രീയെ പോലെ. എന്നാൽ വിദേശത്തേക്ക് പോയാലോ വേശ്യകൾ പോലും തോറ്റുപോകുന്ന തരത്തിലെ വസ്ത്രധാരണം, മുടി അഴിച്ചിട്ട് മതവും ജാതിയുമില്ലാതെ ഞാൻ കള്ള പരനാറിയാണെന്ന് സമൂഹത്തോട് വിളിച്ചു പറയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഷിംജിത. ഇപ്പോൾ പലരും പറയുന്നു ഷിംജിത ആത്മഹത്യയിലേക്ക് എത്തുമെന്ന്. ഇനിയും പറഞ്ഞ് ആ കുട്ടിയെ ആത്മഹത്യയിലേക്ക് എത്തിക്കണമോ എന്ന്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? മനസ്സും മനസാക്ഷിയും ഉള്ളവർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുവാനുള്ള പ്രേരണ ഉണ്ടാകുകയുള്ളൂ. നാണവും മാനവും അഭിമാനവും ഇല്ലാത്തവർക്കൊന്നും ഇങ്ങനെ വരാൻ സാധ്യതയില്ല. അതവൾ ഒരിക്കലും ചെയ്യുകയുമില്ല. ചെയ്യാൻ അവളെ കൊണ്ട് കഴിയുകയുമില്ല. അതെന്തുകൊണ്ടാണ് ഉറപ്പിച്ചു പറയുന്നത് എന്നാൽ, ദീപക് എന്ന ഈ പാവം മനുഷ്യന്റെ മരണ വാർത്ത അറിഞ്ഞിട്ടും യാതൊരു കൂസലുമില്ലാതെ തൻ്റെ ഇടത്തോടെ അയാൾ ചെയ്തത് തെറ്റ് തന്നെ എന്ന് ഉറപ്പിച്ചു പറയുന്ന ഷിംജിതയുടെ വാക്കുകൾ കേട്ട് നമുക്ക് ഉറപ്പിച്ചു തന്നെ പറയാം, ഈ പരനാറി മോള് ഒരിക്കലും തന്നെ സ്വയം ജീവനെടുക്കുവാൻ തുനിയില്ല. അതിന് ഈ നാറിയ മോൾക്ക് കഴിയില്ല. പിന്നെ വേറൊരു നാറി വന്നിട്ടുണ്ട്. ശ്രീലക്ഷ്മി എന്നോ മറ്റോ ആണ് ഈ പന്ന നാറിയുടെ പേര്. ഇവൾ തന്തക്ക് പിറക്കാത്തവളാണെന്ന് ഇവൾ തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നു. ഇയാൾ മരിച്ചത് നന്നായി എന്നാണ് ഈ നായ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. പീഡിപ്പിക്കപ്പെടുന്നവരല്ലേ ഇതുവരെ ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. ഇനി പീഡിപ്പിച്ചവരും അങ്ങനെ ആവട്ടെ എന്നാണ് ഈ നായ പറഞ്ഞത്. ഇനി ഷിംജിത മുസ്തഫയുടെ നാട്ടുകാരുടെ പ്രതികരണം കേൾക്കാം. ഞങ്ങളെ വാർഡ് മെമ്പറേയും അരീക്കോട് പഞ്ചായത്ത് 16-ാം വാർഡ് മെമ്പറേയും. അങ്ങനെ ഇവള് ദുബായിക്ക് പോയപ്പോ അന്ന് ഞങ്ങൾ പറഞ്ഞാണ് ഇവളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം, കാരണം ഇവളെ ഇത് പോക്ക് ശരിയല്ല എന്ന് പറഞ്ഞപ്പോ അന്ന് നമുക്ക് അരീക്കോട് പഞ്ചായത്തിൽ 8-9 ഇതിൽ നിൽക്കുകയാണ്. അപ്പൊ ഓള് പോയി കഴിഞ്ഞാൽ പിന്നെ എന്താവും അവിടെ 8-8. അപ്പൊ പഞ്ചായത്ത് പ്രശ്നം അറിയാൻ സാധ്യതയുണ്ട്. അപ്പൊ ലാസ്റ്റ് ഒരു വർഷത്തിന്റെ ടൈമിൽ ഓള് രാജിക്കത്ത് എഴുതി കൊടുത്തായിട്ട് ഓള് പോയി. അങ്ങനെ പിന്നീട് ഇവള് ദുബായിൽ നിന്ന് ഇടുന്ന ഓരോരോ വീഡിയോകൾ കണ്ടിട്ട് നാട്ടില് ആൾക്കാരൊക്കെ ഇങ്ങനെ, ഞാൻ ഒരു പ്രാവശ്യം നാട്ടിൽ പോയ ടൈമിൽ അവിടുത്തെ റിയാപ്പിക്കാർ വീഡിയോ വന്നിട്ട് എനിക്ക് കൊണ്ടുവരുന്നത് ആദ്യം ഇത് കണ്ടുപോയിട്ട്. അപ്പൊ ഞങ്ങളിതിന്റെ മുമ്പ് തന്നെ പറഞ്ഞാണ് മെമ്പറെ പറഞ്ഞു, എനിക്കറിയാം സിഞ്ചിത്തിന്റെ വീഡിയോ അല്ലേ ഞാൻ കണ്ടതാണ്, ഞങ്ങൾക്കറിയാം കാര്യം, ഞങ്ങൾ പറഞ്ഞതാണ്, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പൊ എന്ന് പറഞ്ഞു. ഓള് രാജിക്കൂല. അങ്ങനെ ചുരുക്കി പറഞ്ഞ ഓളിപ്പോ ഉള്ളത് എന്ന് പറഞ്ഞാൽ നിലവിൽ ഉള്ള ഒരാളെ അവസ്ഥ ഞങ്ങളോട് കെട്ടിക്കൊണ്ടെന്നാണ്. വടകരയുള്ളതാണ് ഓള് ഭർത്താവായിട്ടൊക്കെ തെറ്റി 6 മാസമായിട്ട് ഓളെ നാട്ടിലാണുള്ളത്, ഞങ്ങളോടല്ല.